بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قال الإمام البخاري رحمه الله تعالى باب ما كان النبي صلى الله عليه وسلم يتخولهم بالموعظة والعلم كي لا ينفروا. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തൊട്ട് മുമ്പത്തെ ബാബിൽ ഇൽമിൻ്റെ പ്രാധാന്യം പറഞ്ഞു. അതോടുകൂടെ ആ ബാബ് അവസാനിപ്പിച്ചത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂനൂ റബ്ബാനിയീൻ എന്ന കൗല് കൊണ്ട് എന്ന അസർ കൊണ്ടാണ്. ആ അസറിൽ നിങ്ങൾ റബ്ബാനീയങ്ങളാവണം. ഇൽമ് പഠിപ്പിക്കുന്ന ഉസ്താദന്മാർ മുഅല്ലിമീങ്ങൾ റബ്ബാനീയങ്ങളാവണം. എന്താണ് റബ്ബാനി എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അവരവരുടെ പ്രായവും പക്വതയും അനുസരിച്ച് അല്പാൽപമായി അവരെ പഠിപ്പിച്ചു കൊണ്ടുവരണം. ഇതാണ് റബ്ബാനി എന്ന് പറഞ്ഞതിൻ്റെ മാന. الذي يربي الناس بصغار العلم قبل كباره. ചെറിയ ചെറിയ കാര്യങ്ങൾ ആദ്യം പഠിപ്പിച്ചു കൊടുക്കുക, പിന്നെ അങ്ങനെ വലിയ 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 കാര്യങ്ങളിലേക്ക് കൊണ്ടുവരിക. ഈ പഠിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ് റബ്ബാനിയെ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞപ്പം അവർ പഠിപ്പിക്കാൻ ഉപയോഗിക്കേണ്ട പ്രത്യേക ഒരു ശൈലി എന്താണ്? പഠിപ്പിക്കുന്ന ഘട്ടത്തിൽ ആ മുതഅല്ലിമീങ്ങളുടെ അവസ്ഥ പരിഗണിക്കേണ്ടതുണ്ട്. അവരുടെ ബുദ്ധിവികാസം പരിഗണിക്കേണ്ടതുണ്ട്. അവരുടെ സാഹചര്യം പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ഈ ബാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാബു മാ കാനൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ മാ മസ്തരിയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആവലിനെ ബയാൻ ചെയ്യുന്ന ബാബാണ്. എന്തായി? യതഖവ്വലുഹും സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അവരെ വല്ലാതെ പരിപാലിക്കുന്നവരും അവരുടെ അവസ്ഥകളെ വല്ലാതെ സൂക്ഷിച്ച് അവരേക്ക് ക്ലാസ് എടുക്കുന്നവരുമായിരുന്നു എന്നുള്ളത് വിശദീകരിക്കുന്ന ബാബാണ്. എന്തുകൊണ്ട് അവരുടെ അവസ്ഥയെ പരിഗണിക്കും? ബിൽ മൗഇളത്തി, വഅള് പറയൽ കൊണ്ട്. നേരെ തഖവ്വല എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ചെടിയെ പരിപാലിക്കും പോലെ പരിപാലിക്കുക. ശരിക്കൊരാൾ ചെടി നോക്കുന്ന ആളാണെങ്കിൽ അതിൻ്റെ ഇടയിൽ നിന്ന് കളനെ ഒഴിവാക്കും. അതിനേക്ക് ആവശ്യമായ ചൂടും തണുപ്പും വെള്ളവും എല്ലാം നൽകി അതിൻ്റെ പിന്നിൽ തന്നെ കൂടിക്കൊണ്ടിരിക്കണം. എന്നെങ്കിലേ അത് തളരാതെ വാടാതെ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്ന പൂവ് അല്ലെങ്കിൽ ഇല അല്ലെങ്കിൽ അതിൻ്റെ സൗന്ദര്യം അത് പ്രകടിപ്പിക്കുള്ളൂ എന്ന മാതിരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ പ്രത്യേകം അവസ്ഥ പരിഗണിക്കും, അവരെ പരിപാലിക്കും. എന്തുകൊണ്ട് പരിപാലിക്കും? ബിൽ മൗഇളത്തി, വഅള് പറയൽ കൊണ്ട്. വൽ ഇൽമി, ഇൽമ് പഠിപ്പിക്കൽ കൊണ്ടിട്ടും. മൗഇളത്ത് എന്ന ഉപദേശം നൽകുക. ഇൽമ് എന്ന് പറഞ്ഞാൽ ഉപദേശം നൽകലും പെട്ടു, മറ്റുള്ള ഹക്കാമുകളെ പഠിപ്പിക്കൽ പെട്ടു, നിയമങ്ങൾ പഠിപ്പിക്കൽ പെട്ടു, ഖുർആൻ ഓതാൻ പഠിപ്പിക്കൽ പെട്ടു, ഏത് പഠിപ്പിക്കലുണ്ടോ അത് മുഴുവനും പെട്ടു ഇൽമിൽ. മൗഇളത്ത് പറഞ്ഞാൽ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് അവർക്ക് ബോധവാന്മാരാക്കുക, ശരീഅത്തിൻ്റെ കാര്യങ്ങളിൽ അവർക്ക് ബോധവാന്മാരാക്കുക, ഉത്ബോധനം നൽകുക. ഇതാണ് മൗഇളത്ത്. മൗഇളത്ത് ഖാസാണ്, ഇൽമു ആമാണ്. എന്തിനാണ്? അവരുടെ അവസ്ഥയെ പരിഗണിച്ചും കൊണ്ട് അവരെ ശുശ്രൂഷിച്ചും കൊണ്ടായിരിക്കണം കാര്യങ്ങൾ പറയേണ്ടത്. അവരെ സോപ്പിട്ടുകൊണ്ട് അവരുടെ അവസ്ഥകൾ പരിഗണിച്ചുകൊണ്ടായിരിക്കണം. എന്തിനു വേണ്ടി? കൈലായം ഫിറൂ, അവര് നിഫ്രത്തിൽ വെറുപ്പിലുള്ളവർ ആവാതിരിക്കാൻ വേണ്ടി. നേരെ മറിച്ച് പഠിച്ചത് മുഴുവൻ പറയാ, ഇവൻ്റെ മനസ്സിലുള്ളത് മുഴുവൻ പറഞ്ഞു കൊടുക്കുക. ആളെ നോക്കണില്ല, പശ്ചാത്തലം നോക്കണില്ല, സാഹചര്യം നോക്കണില്ല. മനസ്സിലാക്കിയത് മുഴുവൻ വളമ്പുകയാണെങ്കിൽ അത് പഠിക്കാൻ ആളെ കിട്ടൂല. അപ്പം സമയം നോക്കേണ്ടതുണ്ട്.
മുതഅല്ലിമീങ്ങളുടെ അവസ്ഥ പരിഗണിക്കേണ്ടതുണ്ട്. ഇന്നത്തെ കാലത്ത് ഇന്നത്തെ വിദ്യാഭ്യാസ കാലത്ത് തീരെ പരിഗണിക്കാത്ത ഒന്നാണ്. തഖവ്വുലില്ലാത്തൊരു കാലമാണ് ഇന്നത്തെ വിദ്യാഭ്യാസം. എല്ലാവരും വിദ്യാഭ്യാസത്തിൽ നിപുണന്മാരാണ്, വലിയ ആളുകളാന്നൊക്കെ പറയും. സ്വന്തം വാപ്പ മരിച്ചാൽ, സ്വന്തം ഉമ്മ മരിച്ചാൽ, ഇല്ലെങ്കിൽ അതുപോലെ ഇവൻ സ്നേഹിക്കുന്ന ഏറ്റവും അടുത്ത ആളുകൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ, അതുപോലെ സ്വന്തം വീട്ടിൽ കല്യാണമോ അതുപോലെ ആളുകൾ ഒരുമിച്ച് കൂടുന്ന പരിപാടികളോ ഉണ്ടായാൽ അത് പഠനത്തെ ബാധിക്കും എന്ന് പറഞ്ഞ് വിടൂല. അത് വിടാതെക്കലല്ല ബുദ്ധി. അവരെ അതിനിക്ക് വിട്ടുകൊടുത്തിട്ടില്ലെങ്കിൽ അവരുടെ മനസ്സ് വേദനിക്കും, അവരുടെ തലയിൽ അത് കയറൂല. പിന്നെ ഒരാഴ്ചത്തേക്ക് കയറൂല. പിന്നെ അവർ തിരിച്ച് അവരുടെ മാനസികമായി ഉൾക്കൊള്ളണമെങ്കിൽ, അവർ തയ്യാറാവണമെങ്കിൽ ദിവസങ്ങളോളം പിടിക്കും. നേരെമറിച്ച് അത്യാവശ്യ കാര്യങ്ങൾക്ക് അവരെ വിട്ടുകൊടുത്താൽ, നഷ്ടപ്പെടുന്ന ക്ലാസ്സുകൾ അവർക്ക് നൽകാനുള്ള ഒരു പുതിയ സംവിധാനം ചെയ്താൽ അതായിരിക്കും ഖൈറ്. ചിന്തിക്കേണ്ട വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനിക്ക് വഅ്ള് പറയുമ്പോൾ ആ വഅ്ള് കൊണ്ട് അവരുടെ അവസ്ഥ പരിഗണിക്കലുണ്ട്. ഇൽമ കൊണ്ടും അങ്ങനെ തന്നെയാണ്. എന്താണ് അതിൻ്റെ ഫായിദ? കൈലായത്തിനോ അവർക്ക് നിഫ്രത്ത്, വെറുപ്പുണ്ടായി ഈ പഠനം തന്നെ നിർത്താതിരിക്കാൻ വേണ്ടി. എത്രയോ വിദ്യാർത്ഥികളെ കാണാം, അവരെന്തിനാ പഠനം നിർത്തിയത്? അവരെ പെരയിൽ വലിയ പരിപാടി ഉണ്ടായിട്ട് വിട്ടില്ല, അല്ലെങ്കിൽ അവരേറ്റവും വലുതായി കാണുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട്, അള്ളാഹു അനുവദിച്ചത് തന്നെയാണ്, അതവർ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവൻ്റെ ലീവിൻ്റെ ദിവസമല്ല, ഒരു കാരണവശാലും പൊട്ടിയില്ല. ഇങ്ങനെ ആയതിൻ്റെ പേരിൽ ഞാൻ പഠനം നിർത്തി എന്ന് പറയപ്പെടലുണ്ട്. നമ്മൾ കുറേ ആളുകൾ കണ്ടിട്ടുണ്ട്. അതില്ലാതിരിക്കാൻ വേണ്ടി മൗഇദത്ത് കൊണ്ടിട്ട്, ഇൽമ പഠിപ്പിക്കൽ കൊണ്ടിട്ടും തഖവ്വുൽ ചെയ്യണം, അവരുടെ അവസ്ഥ പരിഗണിച്ചുകൊണ്ടായിരിക്കണം. അങ്ങനെയായിരുന്നു ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് വിശദീകരിക്കുന്ന ബാബാണ്. നബി അങ്ങനെയാണെങ്കിൽ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നബി തങ്ങളിൽ നിങ്ങൾക്ക് ഉസ്വത്തുൻ ഹസന ഉണ്ട്. അപ്പോൾ ആ റസൂലുള്ളാഹിന്റെ മാതൃകയാണ് പിന്തുടരേണ്ടത്. വബിഹി قال الشيخ الإمام الحافظ أمير المؤمنين في الحديث أبو عبد الله محمد بن إسماعيل البخاري رحمه الله تعالى حدثنا محمد بن يوسف قال أخبرنا سفيان عن الأعمش عن أبي وائل عن ابن مسعود رضي الله عنهم أنه قال كان النبي صلى الله عليه وسلم يتخولنا بالموعظة في الأيام كراهة السآمة علينا. ഈ ഹദീസിൻ്റെ സനദുകളിൽ മഹാന്മാരായ 5 പേരുണ്ട്. ഒന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദായ മുഹമ്മദ് ബിൻ യൂസുഫ് എന്നവർ. അവർ മുഹമ്മദ് ബിൻ യൂസുഫ് ബിൻ വാഖിദ് അൽ ഫിരിയാബിയോ അബു അബ്ദില്ലാഹി അൽ-വബ്ബി. കൈസാരിയ എന്ന നാട്ടിലാണ് താമസിച്ചിരുന്നത്. കൈസാരിയ എന്നുള്ളത് ഷാമിലെ കടപ്പുറങ്ങളിൽ പെട്ടൊരു സ്ഥലമാണ്. ബഹുമാനപ്പെട്ട അഹ്മദ് റളിയല്ലാഹു അൻഹുവിനെ അവർ കണ്ടിട്ടുണ്ട്. പക്ഷേ അഹ്മദിൻ്റെയും ഇവരുടെയും ഇടയിൽ റാവി വേറുണ്ട്, കണ്ടിട്ടുള്ളൂ. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അവർ സുഫിയാൻ ബിൻ ഉയൈനയെയും സുഫിയാൻ സൗരിയെയും തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ശിഷ്യനായിട്ട് ഇമാം ബുഖാരി ഉള്ളതുപോലെ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, മുഹമ്മദ് ബിൻ ദുഹലി റളിയല്ലാഹു അൻഹു, മുഹമ്മദ് ബിൻ മുസ്ലിം ബിൻ വാറ റളിയല്ലാഹു അൻഹു, ഇങ്ങനെയുള്ള ധാരാളം ആളുകളുണ്ട്. ഇമാം ബുഖാരി അവരെ തൊട്ട് കുറേ സ്ഥലത്ത് ഇമാം ബുഖാരി തൊട്ട് ഹദീസ് റിപ്പോർട്ട്, ധാരാളം ഹദീസ് ഇമാം ബുഖാരി സ്വഹീഹിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ള മുഹദ്ദിസീങ്ങൾ എല്ലാവരും അവരെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാന റജുലൻ സ്വാലിഹാൻ, മുഹമ്മദ് ബിൻ യൂസുഫ് എന്നവർ സ്വാലിഹായ ഒരു മഹാനായിരുന്നു.
നസായി, അബൂ ഹാത്തിം പോലെയുള്ള മഹത്തുക്കൾ നഖാദിങ്ങൾ പറഞ്ഞത് സിഖത്തുൻ. ഇമാം ബുഖാരി പറഞ്ഞത് കാന മിൻ അഫ്ളലി അഹ്ലി സമാനി, അദ്ദേഹത്തിൻ്റെ കാലത്ത് ജീവിച്ചവരുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തുക്കളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് എന്നാണ്. അവിടെ വഫാത്ത് നടക്കുന്നത് റബീഉൽ അവ്വൽ 212 ഹിജ്റ 212. ഇവിടെ മുഹമ്മദ് ബിൻ യൂസുഫ് എന്ന പേര് രണ്ടാളുണ്ട്. ഒന്ന് ഫിരിയാബി. ശാരീങ്ങളിൽപ്പെട്ട മഹാനായ ഇമാം കിർമാനി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇമാം ബുഖാരി ഈ പറയുന്ന മുഹമ്മദ് ബിൻ യൂസുഫ് എന്നത് ഫിരിയാബി അല്ല, മുഹമ്മദ് ബിൻ യൂസുഫ് അബു അഹ്മദ് അൽ ബീകന്ദിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഫിരിയാബി അല്ല. എന്നാൽ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹത്തുക്കൾ പറഞ്ഞത് വാദാ വഹ്മുൻ, അത് ബീകന്ദിയാണ് ഈ മുഹമ്മദ് ബിൻ യൂസുഫ് എന്ന് പറയുന്നത് ഊഹാപോഹമാണ്, തെറ്റാണ്. കാരണം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഹദ്ദസനാ മുഹമ്മദ് ബിൻ യൂസുഫ എന്ന് നിസ്ബ ചെയ്യാതെ നാട്ടിലേക്ക് ചേർക്കാതെ പറഞ്ഞാൽ അത് ഫിരിയാബിയാണ് എന്നല്ലാതെ ബീകന്ദിയല്ല എന്ന് അറിയപ്പെട്ട ഒരു ഇമാം ബുഖാരിയുടെ ഒരു പ്രത്യേക ഇസ്തിലാഹാണ്, ശൈലിയാണ്. രണ്ടാമത് ഹദീസിലുള്ള സുഫിയാനു സൗരി, അവരെ സംബന്ധിച്ച് മുമ്പ് നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അവിടെയും ചിലർക്ക് ചർച്ച ചെയ്യുന്നുണ്ട്. സുഫിയാനു മുഹമ്മദ്, നമ്മളീ പറഞ്ഞ മുഹമ്മദ് ബിൻ യൂസുഫ് ഫിരിയാബിക്ക് സുഫിയാനു സൗരിയും ഉസ്താദുണ്ട് പറഞ്ഞു, സുഫിയാനു ബിൻ ഉയൈനയും ഉണ്ട് പറഞ്ഞു. എന്നാൽ പിന്നെ ഹദ്ദസനാ സുഫിയാനു എന്നല്ല പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ സുഫിയാനു ബിൻ ഉയൈനയും ആയിക്കൂടെ എന്നൊരു ചോദ്യമുണ്ട്. അതിൻ്റെ മറുപടി പറയല് ഇമാം ഫിരിയാബി അതുപോലെ ഹദ്ദസനാ സുഫിയാനു എന്ന് പറഞ്ഞാൽ അത് സുഫിയാനു ബിൻ ഉയൈന, സുഫിയാനു സൗരിയാണ് ആവല്. മറ്റൊരു സുഫിയാനു ബിൻ ഉയൈന എന്നെങ്കിൽ ഇബ്നു ഉയൈന എന്ന് പ്രത്യേകമായി പറയലുണ്ട്. മൂന്നാമത്തത് സുലൈമാൻ ബിൻ മഹ്റാൻ അൽ അഅ്മശു, മഹാനായ ഇമാം അഅ്മശ് റളിയല്ലാഹു അൻഹു. അവരുടെ ഉസ്താദായി വരുന്നത് അബൂ വായിൽ. അവരുടെ പേര് ഷഖീഖ് ബിൻ സലമാന അൽ കൂഫിയു. അവരെ സംബന്ധിച്ച് മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. അബൂ വായിൽ എന്ന ഷഖീഖ് എന്നവരുടെ ഉസ്താദായി വരുന്നത് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവാണ്. ഈ സനദിനാണ് പല ആളുകളും ഒരു ചോദ്യം ചോദിക്കുന്ന സനദാണിത്, മനസ്സിലാക്കിക്കേണ്ടതാണ്. ഇമാം അഅ്മശ് മുദല്ലിസാണ്, മഷൂറായ കാര്യമാണ്. അഅ്മശ് മുദല്ലിസാണ്. എന്നാൽ അനിൽ അഅ്മശി അഅ്മശ് പറഞ്ഞ എന്താ, അൻ അബീ വായിലിൻ, അബൂ വായിലിനെ തൊട്ട്. എന്നാൽ ഇതേ ഹദീസ് ഇമാം അഅ്മശ് റളിയല്ലാഹു അൻഹു പലയിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം മുസ്ലിമിൻ്റെ സനദ് തന്നെ ഇങ്ങനെ കാണുന്നുണ്ട്. എന്താ, അനിൽ അഅ്മശി അൻ ഷഖീഖിൻ അൻ അബ്ദില്ലാ എന്നൊരു റിവായത്തുണ്ട് ഇമാം ബുഖാരിക്ക്. അഅ്മശ് അൻ ഷഖീഖ്, ഷഖീഖ് തന്നെയാണ് അബൂ വായിൽ. എന്നാൽ വേറൊരു സനദിൽ ഇമാം ബുഖാരി ഇമാം അഅ്മശ് പറയുന്നത് എന്താ, ഖാലൽ അഅ്മശു ഹദ്ദസനി അംറു ബിൻ മുർറ അൻ ഷഖീഖിൻ. ആണോ, ഇമാം അഅ്മശ് തന്നെ ഷഖീഖിനെ തൊട്ട് ഷഖീഖിൻ്റെയും അഅ്മശിൻ്റെയും ഇടയിൽ അംറു ബിൻ മുർറ എന്ന റാവിനെ കടത്തിക്കൊണ്ടിട്ടാണ് പറയുന്നത്. ഇമാം അഅ്മശ് പറയും, മുസ്ലിമിൻ്റെ സനദാണ്, ഖാലൽ അഅ്മശു വഹദ്ദസനി അംറു ബിൻ മുർറത അൻ ഷഖീഖിൻ അൻ അബ്ദില്ലാ എന്ന് മുസ്ലിമിൻ്റെ സനദിലാണ്. അപ്പം ഇങ്ങനൊരു സാധ്യത ഇല്ലേ? ഇവിടെ ഇമാം അഅ്മശ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അൻ അബീ വായിലിൻ അന്നുപയോഗിച്ചാണ്. അന്നുപയോഗിച്ച് പറയൽ മുദല്ലിസിൻ്റെ വക്കൽ നിന്നുള്ള അനത്ത് സ്വീകരിക്കപ്പെടൂല എന്നല്ല പറയല്. ഇവിടെ ഇമാം അഅ്മശിൻ്റെയും അവരുടെ ഉസ്താദ് അതിൽപ്പെടെ പറയുന്ന അബൂ വായിലിൻ്റെയും ഇടയിൽ വേറെ ഒരാളെ കടത്തിയും കൊണ്ട് അംറു ബിൻ മുർറ എന്നൊരു കടത്തിയും കൊണ്ട് നേരിട്ട് ഹദ്ദസനി എന്ന് പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് നോക്കുമ്പോൾ ഇവിടെ അഅ്മശ് റളിയല്ലാഹു അൻഹു അബൂ വായിലിനെ തൊട്ട് പറയുമ്പം അബൂ വായിലിൻ്റെയും അഅ്മശിൻ്റെയും ഇടയിൽ മറ്റൊരാൾ അബൂ മുർറ ഉണ്ടായിക്കൂടെ? അപ്പോൾ ഈ ഹദീസിലെ സനദ് മുത്തസിലല്ലാതെ വരൂലേ? ഇതാണ് ചോദ്യം. എനിക്ക് ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ പറഞ്ഞ മറുപടി എന്താ? നല്ല മറുപടിയാണ്, വളരെ ശ്രദ്ധിക്കേണ്ട വാക്കാ.
അഅ്മശ് റളിയല്ലാഹു അൻഹു അബൂ വായിലിനെ തൊട്ട് നേരിട്ട് കാണുകയും ഒരേ കാലം ഒരുമിച്ച് കൂടുകയും അവരെ തൊട്ട് ഇതേ ഹദീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അനിൽ അഅ്മശ് പറയുന്നുണ്ട് സമീഅതു അബാ വായിലിൻ, അബൂ വായിൽ എന്ന ശഖീഖിനെ ഞാൻ കേട്ടു എന്ന് സമാ കൊണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതേ ഹദീസിന്റെ സനദിലാണോ എന്നറിയില്ല. ഏതായാലും സമീഅതു അബാ വായിലിൻ, അബൂ വായിലിനെ ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അവരെനിക്ക് ഹദീസ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം സമാ കണ്ട് തെളിഞ്ഞതാണ്. പിന്നെ ഏതുകൊണ്ട് അംർ ഇബ്നു മുർറ വാസിത്തായിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ട എന്താ, അഅ്മശ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് അബൂ വായിലിനെ തൊട്ട് നേരിട്ടും കേട്ടിട്ടുണ്ട്, വാസിത്ത മുഖേനയും കേട്ടിട്ടുണ്ട്. ഇടക്കാളുണ്ടായിട്ടും അപ്പോൾ ചിലപ്പോൾ ആ ഇടക്കുള്ള ആളെ പറഞ്ഞു, ചിലപ്പോൾ നേരിട്ട് പറയൂല ഉലിസ്നാദിന് വേണ്ടി. അതുകൊണ്ട് ഇവിടെ തദ്രീസിൻ്റെ പ്രശ്നം ഉദിക്കുന്നേ ഇല്ല. ഇതാണ് ഇബ്നു ഹജർ തങ്ങൾ പറയുന്ന മറുപടി. ഖാല, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു യതഖവ്വലുനാ ബിൽ മൗഇളത്തി, വഅദ് പറയൽ കൊണ്ട് ഞങ്ങളുടെ സാഹചര്യത്തെയും ഞങ്ങളുടെ മാനസികാവസ്ഥയെയും ശാരീരിക പ്രയാസങ്ങളെയും എല്ലാം വല്ലാതെ പരിഗണിക്കുന്നവരായിരുന്നു. ഫിൽ അയ്യാമി, പല ദിവസങ്ങളിലായി, കറാഹത്തസാമത്തി അലൈന, ഞങ്ങളെ മേൽ മടിയെ ഭയപ്പെട്ടതിന്, മടിയെ വെറുത്തതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് മടി വരുമോ എന്ന് ഭയപ്പെട്ടിട്ട്, കറാത്തമഫുലവ് പേടിപ്പെട്ടതിന് വേണ്ടി ഞങ്ങൾ തഹവൂല് ചെയ്യും, ഞങ്ങളെ അവസ്ഥ പരിഗണിക്കും എന്നല്ലാതെ അത് പറഞ്ഞുകൊണ്ടിരിക്കലല്ല. വായിൽ വന്നത് മുഴുവനും പറഞ്ഞാണ്ട് തീർക്കുക. സാഹചര്യം, സന്ദർഭം ഒക്കെ നോക്കേണ്ടതുണ്ട്. ചില ആളുകൾ ചില പരിപാടികൾക്ക് അനൗൺസ്മെൻ്റാണ് ചെയ്യണത്. കേട്ടാൽ തോന്നും അനൗൺസ്മെൻ്റാണ് പരിപാടി. അത് ആ ആളെ വിളിക്കുക, ആ ആളെ എന്തെങ്കിലും ഒന്നോ രണ്ടോ വാക്ക് പറഞ്ഞ് മൂച്ചിമ കയറ്റേണ്ട ആളാണ് ഇവിടെ കയറ്റുക. എല്ലാവർക്കും അറിയുന്ന ആളാണെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ വെച്ചുമൊളി ഉണ്ടാക്കുന്നത്? ആ ആളെ വിളിച്ചാൽ തന്നെ എല്ലാവർക്കും അറിയില്ലേ, വെറുതെ മൂച്ചിമലാണ്ട് കയറ്റും. അനൗൺസ്മെൻ്റ് ആയിരിക്കും ആ പരിപാടിയെ വലിയ സംഭവം എന്ന് തോന്നും. അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യം, കാരണം അതൊന്നും കൗമിന് ഇഷ്ടം ഉണ്ടാവില്ല. അത് കേൾക്കാൻ വന്ന ആളുകൾക്ക് അങ്ങനെയുള്ള ഒച്ചപ്പാടുകളൊന്നും തൃപ്തിയുള്ള കാര്യങ്ങളാവൂല. ആവശ്യമുള്ള സന്ദർഭത്തിനനുസരിച്ച് പറയണം. മറ്റാരോടെങ്കിലോ ഉള്ള വെറുപ്പുകൾ, അല്ലെങ്കിൽ അവർക്ക് വേറൊരു വേദി കിട്ടാത്തതിൻ്റെ പേരിൽ അനൗൺസ്മെൻ്റാണ് ചെയ്തിട്ടാണ്ട് ഒന്നരമ്പടിയാക്കുക. അത് പറയുന്നത് അതൊന്നും ഏതെല്ലാം തഹവ്വുലിൻ്റെ ഭാഗമല്ല. ഓരോരുത്തർക്കും അതാത് സദസ്സിൽ ആരാണോ അതിൻ്റെ നേതാവെങ്കിൽ അവർ പറയാം. ബാക്കിയുള്ളവർക്ക് അവർ ആദരവിൻ്റെ ഭാഗമായി ആ പീഠം ഒഴിഞ്ഞു കൊടുക്കലായിരിക്കും അതിൻ്റെ മര്യാദ. ഒരു പരിപാടിയിൽ കുറേ ആളെ പങ്കെടുപ്പിക്കുമ്പോൾ അതിൽ പ്രധാന വിഷയം അവതരിപ്പിക്കാൻ ആരാണോ അവർക്ക് അവസരം കൊടുക്കുക. ബാക്കിയുള്ളവർ തബറുക്കിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ട് വേഗം സ്റ്റേജ് ഒഴിവാക്കുക. നമ്മളെ മഹാന്മാരായ നമ്മളെ വലിയ വലിയ ഉസ്താദ്മാർ കാണിച്ചിരുന്ന മാർഗം. നല്ല മൈക്ക കിട്ടിയതല്ലേ എന്ന് വിചാരിച്ച് അവൻ പഠിച്ചത് മുഴുവനും അവിടെ വിളമ്പൽ തഖവ്വുലിൻ്റെ ഭാഗമല്ല. വളരെ ശ്രദ്ധിക്കേണ്ടതാകുന്നു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഇമാം ഐനി പറയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഇദു സ്വഹാബത ഫീ ഔഖാത്തി മഅലൂമ വലം യകുൻ യസ്തഗ്രിഖുൽ ഔഖാത ഖൗഫൻ അലൈഹിം മിനൽ മലലി വല്ലജ്രി. അവർക്ക് വെറുപ്പ്, മടി ഇതുണ്ടാവില്ല. ഭയപ്പെട്ടതിന് വേണ്ടി, പേടിച്ചതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമയം മുഴുവനും അത് പറയില്ല. നിശ്ചയിക്കപ്പെട്ട സമയത്ത് മാത്രമേ പറയുള്ളൂ. ഏത് പ്രകാരം? കമാ കാന നഹാഹും ബിഖൗലി ലാ യുസല്ലി അഹദുൻ ളാമ്മൻ വരികൈഹി. രണ്ട് മുട്ടിൻകാലിനെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഒരാൾ നിസ്കരിക്കരുത്. രണ്ടും അടുപ്പിച്ച് വെച്ച് നിസ്കരിക്കുകയാണെങ്കിൽ അതിന് മാത്രം ടൈറ്റായി നിന്നാൽ നിസ്കാരത്തിന് ഖുശൂ ഉണ്ടാവില്ല, ഇടങ്ങറാകലാണ്. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞു. ആ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അശാ എന്ന രാത്രി ഭക്ഷണത്തിൻ്റെ ടൈം. ആ രാത്രി ഭക്ഷണം റെഡിയാവുകയും ചെയ്താൽ നിസ്കരിക്കരുത്, ഭക്ഷണം കഴിച്ചിട്ട് നിസ്കരിച്ചാൽ മതി. അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെല്ലാം, തമിഴ്നാട്ടിലെല്ലാം, വെല്ലൂരിലെല്ലാം അങ്ങനെയാണ്. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ ഭക്ഷണം.
അത് കഴിച്ചിട്ടാണ് ഓത്ത് നിസ്കാരം കാര്യങ്ങളൊക്കെ പിന്നെ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞതിന് മുമ്പ് ദഹിച്ചും ചെയ്തോളും. വിധങ്ങൾ പറഞ്ഞ് ഭക്ഷണം വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇശാസ് കേട്ട് ഭക്ഷണം കഴിക്കാതെ പറഞ്ഞാൽ ആ ഭക്ഷണത്തിലേക്ക് ആഗ്രഹമുണ്ടാകും. പ്രത്യേകിച്ചും പഴയ കാലത്ത് കൂടുതൽ ഭക്ഷണം ഇല്ലാത്ത കാലത്ത് അതുതന്നെയാണ്. അത് ഭക്ഷണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭക്ഷണം കുറക്കലാണ് വേണ്ടത്. ഭക്ഷണം കൂടുതലായി എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇന്നത്തെ സർവ്വ രോഗത്തിൻ്റെയും കാരണം എന്താ? മനുഷ്യന്മാരെ പള്ള കാലിയാകുന്ന സമയമേ ഇല്ല. അതുകൊണ്ട് തന്നെ നിമിത്തങ്ങൾ അവരോട് തഖവ്വുൽ ചെയ്യുന്ന വിഷയമാണ്. ഭക്ഷണം കഴിച്ചിട്ട് നിസ്കരിച്ചാൽ മതി. അത് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങളെ അനത്തിൽ വാക്കിയാക്കുന്ന സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാതെ പ്രയാസമുള്ളതാണ്. അത് ആ ഒരു അസീസുൻ അലൈഹി മാ അനിത്തും അല്ലെങ്കിൽ ഈ ഹദീസ് അത് മനസ്സിലുണ്ട്. തഖവ്വുൽ വേണം. കൗമിനെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ആഗ്രഹങ്ങളും സദസ്സ് ഉദ്ധരിക്കുന്നതും എന്താണോ അത് മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറാൻ കഴിയണം. അതാണ് ഈ ബാബിൽ ഇമാം ബുഖാരി ഉദ്ദേശിക്കുന്നത്. ക്ലാസ് എടുക്കുമ്പോൾ വഅദ് പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് തഖവ്വുൽ ചെയ്തുകൊണ്ടായിരിക്കണം. വബിഹി ഖാല ഹദ്ദസനാ മുഹമ്മദ് ബിൻ ബശാർ ഖാല ഹദ്ദസനാ യഹ്യ ബിൻ സഈദ് ഖാല ഹദ്ദസനാ ശുഅബത്തു قال حدثني أبو التياح عن أنس رضي الله عنهم عن النبي صلى الله عليه وسلم أنه قال يسروا ولا تعسروا وبشروا ولا تنفروا. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസാണത്. വളരെ ശ്രദ്ധിക്കേണ്ടതും ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ബാബിൽ ഇത് കൊണ്ടുവന്നത്, ഈ ഇൽമിൻ്റെ ബാബിൽ കൊണ്ടുവന്നത്, ഈ ബാബ് അനുസരിച്ച് കൊണ്ടുവന്നത് ഇമാം ബുഖാരി വെക്കുന്ന അർത്ഥമാണ് ഇവിടെ വെക്കേണ്ടത് എന്ന് വരുത്താനാണ്. ഈ ഹദീസിൽ 5 ആളാണുള്ളത്. ഇവരിൽപ്പെട്ട അധിക ആളുകളെയും നാം പറഞ്ഞതാണ്. ഒന്ന് മുഹമ്മദ് ബിൻ ബഷാർ റളിയല്ലാഹു അൻഹു മഹാനവറുകളാണ്. ഇബ്നു ഉസ്മാൻ ബിൻ ദാവൂദ് ബിൻ കൈസാൻ അൽ അബ്ദിയോ അൽ ബസരിയോ. അവരുടെ കുഞ്ഞത്തലം അബൂബക്കർ എന്ന, അവർക്ക് പേര് ബന്ദാർ എന്നും അവർക്ക് പേരുണ്ട്. ലിഅന്നഹു കാന ബന്ദാറൻ ഫിൽ ഹദീസ്, ഹദീസിൻ്റെ വലിയ ഒരു കട തന്നെയായിരുന്നു അവർ. അതുകൊണ്ട് ബന്ദാർ എന്നും പറയലുണ്ട്. ജമ ഹദീസ ബലദിഹി, ഒരു നാട്ടിലെ ഹദീസിനെ മുഴുവനും ഒരുമിച്ച് കൂട്ടിയവരാണവർ. ബന്ദാറിൻ്റെ ലബ്ത് ബിളമ്മിൽ ബാവിൽ മുഹദ വസുകൂനിൻ ബുന്ദാർ, ബുന്ദാർ അതിനർത്ഥം അൽ ഹാഫിളു, ഹദീസ് മനപ്പാടമുള്ളവർ എന്ന. ലക്ഷങ്ങൾ മനപ്പാടുകളെ ഹാഫിള് എന്ന് പറയുള്ളൂ. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞത് കതബ്തു അൻഹു നഹ്വൻ മിൻ 50,000 ഹദീസ്, 50,000 ഹദീസ് അവരെ തൊട്ട് ഹദീസോളം ഞാൻ അവരെ തൊട്ട് എഴുതിയിട്ടുണ്ട്. 50,000-ഓളം ഹദീസ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മുഹമ്മദ് ബിൻ ബഷാർ എന്ന ബന്ദാർ എന്ന തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരെ തൊട്ട് സിഹാബ് സിത്തൻ്റെ 6 മുഹദ്ദിസീങ്ങളും ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇബ്രാഹിമുൽ ഹർബി, അബൂ സുർഅ, അബൂ ഹാത്തിം, അബ്ദുല്ലാഹി ബിൻ മുഹമ്മദ് അൽ ബഗ്വി, മുഹമ്മദ് ബിൻ ഇസാഖ് ബിൻ ഖുസൈമ, ഇങ്ങനെയുള്ള മഹാൻ വലിയ വലിയ ഹദീസിൻ്റെ വലിയ മുഹദ്ദിസീങ്ങളുടെ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കതബ്തു അന്നി 5 ഖുറൂൻ വസാരൂനി അൽ ഹദീസ വഅന ഇബ്നു 18 സന. ഞാൻ 18 വയസ്സുള്ള കാലത്ത് ഞാൻ ഹദീസ് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 5 കർണിക്ക് ഞാൻ ഹദീസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നാണ് മഹാനവറുകൾ പറയുന്നത്. 5 കർണിക്ക്, ഒരു കർണ് എന്ന് പറഞ്ഞാൽ അവർ കൂട്ടുന്നത് 10 വർഷമാണ്. അങ്ങനെ 5-10 വർഷത്തിനായിട്ട് അത് 50 കൊല്ലം ഞാൻ ഹദീസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവിടെ വഫാത്ത് നടക്കുന്നത് 252 റജബ് മാസത്തിലാണ്. രണ്ടാമത്തെ യഹ്യ ബിൻ സഈദ് ഖത്താൻ പലപ്പോഴും പറഞ്ഞു വന്ന ആളാണ്. മൂന്നാമത്തെ ശുഅബത്ത് ബിൻ അൽ ഹജ്ജാജ്. നാലാമത്തെ അബൂ തയ്യാർ ബിഫതഹി തായിൽ മുസന്നാത്തി മിൻ ഫൗഖു وتشديد الياء آخر الحروف وفي آخره حاء مهملة തയ്യാഖ്. അവിടെ പേര് അബൂ തയ്യാറിൻ്റെ പേര് യസീദ് ബിൻ ഹുമൈദ് അൽ-ലബഈ മിൻ അൻഫുസിഹിം
സമിയ അനസം ഇമ്രാൻ ബിൻ ഹുസൈൻ മിന സ്വഹാബ. അനസ് റളിയല്ലാഹു അൻഹു ഇമ്രാൻ ബിൻ ഹുസൈൻ ഇവരൊക്കെ കേട്ടിട്ടുണ്ട്. താബീങ്ങളിൽ നിന്ന് ധാരാളം ആളുകളെയും കേട്ടിട്ടുണ്ട്. അവർ സിക്കത്താണ്. വഖാല അലി ഇബ്നുൽ മദീനി ഹു മഅറൂഫുൻ സിക്കത്തുൻ. അവിടെ വഫാത്ത് നടക്കുന്നത് 128-ലാണ്. എല്ലാ വലിയ വലിയ മഹാന്മാർ അവർക്ക് ശിഷ്യന്മാരായിട്ടുണ്ട്. അഞ്ചാമത്തെ ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് നബി റളിയല്ലാഹു നബി തങ്ങളെ തൊട്ട് അന്നഹു ഖാൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, യസ്സിറൂ വലാ തുഅസ്സിറൂ വബശ്ശിറൂ വലാ തുനഫിറൂ. സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട ജവാമിഉൽ കലിമിൽപ്പെട്ട വാക്ക് ഹദീസാണത്. യസ്സിറൂ, നിങ്ങൾ എളുപ്പം ചെയ്യണം. വലാ തുഅസ്സിറൂ, നിങ്ങൾ പ്രയാസം വരുത്തരുത്, പ്രയാസമാക്കരുത്. വബശ്ശിറൂ, നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കണം, സന്തോഷങ്ങളുള്ള വാക്കുകൾ പറയണം. വലാ തുനഫിറൂ, നിങ്ങൾ വെറുപ്പിക്കുന്ന വർത്താനം പറയരുത്. ഇതാണ് ഹദീസ്. പഠിപ്പിക്കുന്ന സമയത്ത് മുഅല്ലിമിൻ്റെ ഉസ്താദിൻ്റെ അദബാണ് ഈ പറയുന്നത്. ഒന്ന്, ഇമാം ബുഖാരി ഇൽമിൻ്റെ ബാബിലാണെന്ന് കൊണ്ടുവന്നത്. അപ്പോൾ എളുപ്പമുള്ള ശൈലി, എളുപ്പമുള്ള കാര്യങ്ങൾ ആദ്യം പഠിപ്പിച്ചു കൊടുക്കണം. പ്രയാസമുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കരുത്. എനിക്കുള്ള പക്വതയും പാകതയും എത്തിയതിൻ്റെ സമയം അത് പ്രയാസമുള്ള വലിയ വലിയ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊടൂ. വബശ്ശിറൂ, നിങ്ങൾ നല്ല വർത്താനം പറയണം. കുട്ടികളുടെ ഭാഗത്തിൽ നിന്ന്, മുതഅല്ലിമീങ്ങളുടെ ഭാഗത്തിൽ നിന്ന്, വിദ്യാർത്ഥികളുടെ ഭാഗത്തിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാതിരിക്കുകയോ അദബ് കേടോ ഉണ്ടാവുമോ, ഇത് നന്നാവൂലടാ, അല്ലെങ്കിൽ നീ നശിച്ചു പോവട്ടെ, അല്ലെങ്കിൽ നീ വയന്ന് നടന്നോ, അങ്ങനെ ശപിക്കുന്ന വാക്കുകൾ, വെറുപ്പിക്കുന്ന വാക്കുകൾ, എപ്പോഴും ചീത്ത പറയാ, അത് നടത്തരുത്. സന്തോഷമുള്ള വാക്ക് അങ്ങനെ നടക്കരുത്, അങ്ങനെ ചെയ്യരുത്. അത് ഇങ്ങനെ ചെയ്തെങ്കിലേ നീ ഉയരുള്ളൂ, നീയല്ലേ ഉയരേണ്ടവരാണ്, നീ നന്നാകും, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യരുത് എന്ന് പറയാ എന്നല്ല, ഇത് നശിക്കട്ടടാ, ഇത് നശിക്കോടാ, നരകത്തിൽ കടക്കോടാ, അതുപോലുള്ള വെറുപ്പിക്കുന്ന പ്രയോഗങ്ങൾ പലർക്കും പലതായിരിക്കും, ഒരിക്കലും പറയരുത്. വലാ തുനഫിറൂ, നിങ്ങൾ വെറുപ്പിക്കും ചെയ്യരുത്. ഇവിടെ ഈ ഖിതാബ് വളരെ ശ്രദ്ധിക്കേണ്ട ഖിതാബാണ്. ഇമാം ബുഖാരി ഇൽമിൻ്റെ ബാബിൽ കൊണ്ടുവന്നത് കൊണ്ട് അത് ഇൽമിനെ പഠിപ്പിക്കുന്ന ആളുകളോടാണ് ആ ഖിതാബുള്ളത്. ഇതേ ഹദീസ് ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ വരുന്നുണ്ട്. 69-ാമത്തെ ഹദീസായിട്ട് ഇത് 69-ാമത്തെ ഹദീസാണ്. ഇനി 6125-ാമത്തെ ഹദീസായിട്ട് ഒന്നും കൂടി വരുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം ഇവിടെ ചിന്തിക്കേണ്ടത്, ഇന്നത്തെ നവമുസ്തഹിദീങ്ങളായ ആളുകൾ, അവരോട് പരിശുദ്ധ ഇസ്ലാമിൽ നസ്സുള്ള ഒരു മസല, ആ നസ്സായ മസല ഒരാൾക്ക് പ്രയാസമാണെങ്കിൽ പറയും, ആ ഖുർആനിൽ പറഞ്ഞ ഹദീസ് പറഞ്ഞ യസ്സിറൂ എന്നാണ്, വലാ തുഅസ്സിറൂ എന്നാണ്, അതുകൊണ്ട് നിങ്ങൾ ചെയ്യണ്ട. നമുക്ക് തെളിവ് അതാ, ഏത് ഹറാമായ കാര്യവും ഹലാലാക്കാണ്. യസ്സിറൂ വലാ തുഅസ്സിറൂ, ഇന്നദ്ദീന യുസ്റുൻ, ഈ ഇന്നദ്ദീന യുസ്റുൻ അതോ അല്ലെങ്കിൽ യസ്സിറൂ വലാ തുഅസ്സിറൂ എടുത്തിട്ടോ ഏത് ഇസ്ലാമിൻ്റെ ഹുക്കുമുകളെയും അവർ അത് കുറച്ച് കടുപ്പാണ് എന്നാണ്, അത് ചെയ്യണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറയും, മാറ്റിമറിക്കും. അതല്ല ഇവിടുത്തെ വിഷയം പറയുന്നത്. ഇമാം ബുഖാരി ഉദ്ധരിച്ച് ഇൽമിൻ്റെ ബാബ് പറഞ്ഞത് തഖവ്വുലിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. ഒരു വിഷയം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഓരോരുത്തരുടെയും ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്ന രീതിയിലായിരിക്കണം പഠിപ്പിച്ചു കൊടുക്കേണ്ടതെന്നാണ്. എന്നല്ലാതെ ഇസ്ലാമിൽ അറിയപ്പെട്ട ഹുക്കുമുകളെ മാറ്റിക്കൊടുക്കണം, അത് പ്രയാസാണ്, അത് വേണ്ട എന്ന് വെക്കണം എന്നല്ല. ഇസ്ലാമിൽ തന്നെ പ്രയാസമുള്ളോടത്ത് ഇളവ് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ ഇളവുകൾ പറയാം, അത് പറഞ്ഞു കൊടുക്കുക എന്നല്ലാതെ എന്ത് തന്നെ ചോദിച്ചാൽ അദ്ദീനു യുസ്റൂൻ, അവിടെ അത് വേണ്ട, ഇത് വേണ്ട, ഇത് വേണ്ട, നേരിട്ട് നെസ്സുള്ള കാര്യങ്ങൾ എത്ര നവമുസ്തഹിദീങ്ങൾ അദ്ദീനു യുസ്റൂൻ അല്ലെങ്കിൽ മറ്റേ യസ്സിറു വലാ തുഅസ്സിറു. അപ്പോൾ ഒന്നിരിക്കൽ ഈ ഖിതാബുള്ളത് ഉലമാഇനോട്, അവരുടെ മുതഅല്ലിമീങ്ങളോട് കൽപ്പിക്കേണ്ട മര്യാദയാണ്. അല്ലെങ്കിൽ ഈ ഖിതാബ് ഉമറാവിനോടാണ്,
ഉമറാവിനോട്, അതാണ് മറ്റേ ഐനി വിഷയം സൂചിപ്പിക്കുന്നുണ്ട്. ഭരണാധികാരികൾ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് ജനങ്ങൾക്ക് നടപ്പിൽ വരുത്താൻ പറ്റുന്ന നിയമങ്ങളായിരിക്കണം. കാരണം മുബാഹായ കാര്യങ്ങൾ ഭരണാധികാരികൾക്ക് വേണമെങ്കിൽ അത് നിർബന്ധമാക്കാം, അവർക്ക് മുബാഹായ കാര്യങ്ങൾ അവർക്ക് നിർബന്ധമാക്കാം. മക്രൂഹായ കാര്യങ്ങൾ അവർക്ക് വേണമെങ്കിൽ സാഹചര്യം നോക്കിയിട്ട് ചെയ്യരുത് എന്ന് വിരോധിക്കൽ, അത് ഹറാമാക്കാം. അതൊക്കെ ഭരണാധികാരികൾക്ക് വിട്ടുകൊടുത്ത കാര്യങ്ങളാണ്. ചില സുന്നത്തായ കാര്യങ്ങൾ നിർബന്ധമായി ചെയ്യണമെന്ന് പറയാം. ഞാൻ അവർ കൽപ്പിച്ചാൽ തന്നെ സുന്നത്തായ കാര്യങ്ങൾ മുബാഹ കാര്യങ്ങളും ഉമറായി കൽപ്പിച്ചാൽ ജനങ്ങൾ ആചരിക്കൽ അനുസരിക്കൽ നിർബന്ധമാണ്. അപ്പോഴേ ക്രമസമാധാനം ഉണ്ടാവുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാനും ചെയ്യാനും കഴിയുന്ന രീതിയിൽ കൊണ്ടുവരണം എന്നല്ലാതെ ശരീഅത്തിന്റെ നിയമങ്ങൾ നസ്സ് കൊണ്ട് തെളിഞ്ഞ നിയമങ്ങൾ മാറ്റിമറിക്കണമെന്നല്ല. വളരെ മനസ്സിലാക്കേണ്ട വിഷയമാണത്.